ആര് കയറിയാലും കേരളം നന്നായാൽ മതി. മീനച്ചൂടിനൊപ്പം കത്തിക്കയറുകയാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആവേശവും. പ്രായമായവർക്കിടയിൽ മാത്രമല്ല, പഠനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ക്യാമ്പസുകളിലും രാഷ്ട്രീയം സജീവ ചർച്ചാ വിഷയമായി, ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. എന്നോടൊപ്പം എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട കോളേജിലെ വിദ്യാർത്ഥികൾ ചേരുന്നു. കേരളത്തിലെ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളോട് മുമ്പോട്ട് വെക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്താണ്? ആര് കയറിയാലും കേരളം നന്നായാൽ മതി. ഞങ്ങൾക്കിപ്പോൾ അതേ പറയാനുള്ളൂ. പിന്നെ മാറ്റം വേണ്ടത് എന്തിനാണ്? മാറ്റം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സംഭവങ്ങൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ക്യാമ്പസിലായ പോലും ഈ ചില പല പല പ്രശ്നങ്ങൾ, അടികൾ ഉണ്ടാവുന്നുണ്ടല്ലോ. ചില ക്യാമ്പസ് രാഷ്ട്രീയം കൊണ്ടുണ്ടാകുന്ന അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടി പിന്നെ മുതിർന്ന കുറച്ച് ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യും. പാർട്ടിയുടെ പുറത്തുനിന്ന് തന്നെ വന്നു. അപ്പോൾ അവരൊക്കെ അതിനൊരു തടസ്സമായി, ക്യാമ്പസിന് പുറത്തുനിന്ന് അകത്തുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാതെ അത് ആ കോളേജിലെ കുട്ടികളുടെ ഇടയ്ക്ക് തന്നെ അത് സോൾവ് ആയി പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും. എത്ര വർഷം പഠിക്കുന്നു നിങ്ങൾ? ഞാൻ സെക്കൻഡ് ഇയറാ. ഞങ്ങളിപ്പോ പല ഇയറുണ്ട് ഇവിടെ. എന്നെക്കാട്ടി മുതിർന്ന കുറച്ച് ആൾക്കാരുണ്ട്. അല്ല, വർഷമല്ലല്ലോ, നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് പ്രധാനം. ഇതെന്താണ്, ഈ ക്യാമ്പസ് രാഷ്ട്രീയം വേണമെന്നാണോ വേണ്ടെന്നാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് വേണമെന്ന് പറയുന്നത്? എല്ലാവർക്കും അവരെ ഒപ്പീനിയനും എല്ലാം പറയാൻ ഒരു അവസരം. പക്ഷെ അത് ഈ ഒരു അക്രമത്തിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും പരിധി വിടുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയം സജീവമായി നിങ്ങളുടെ അവിടെ ഉണ്ടോ? എങ്ങനെയാണ്? സജീവമായുണ്ട്. എല്ലാവർക്കും ഒരേപോലെ അവസരങ്ങൾ, അവരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ കിട്ടാറുമുണ്ട്. അവർ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടും. അതായത് ഓരോ പാർട്ടിക്കാര് ഓരോ നമ്മുടെ കോളേജിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനുസരിച്ച് കിട്ടുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന്റെ കാര്യമൊക്കെ ആയാലും നമ്മള് KT യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ യൂണിവേഴ്സിറ്റിയിലോട്ട് നമ്മുടെ സ്റ്റുഡൻസിന്റെ പ്രോബ്ലംസ് എല്ലാം നമ്മള് രാഷ്ട്രീയക്കാര് കോളേജിലുള്ളവര് എത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പം കോളേജ് ലെവലിലുള്ള പ്രവർത്തനമൊക്കെ നല്ല രീതിക്ക് ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനത് ചോദിക്കാൻ വന്നിട്ട് വിട്ടുപോയതാണ്. അതായത് 3 പാർട്ടികളും എത്ര യുവാക്കളെ അല്ലെങ്കിൽ ഒരു യൂത്ത് റെപ്രസെന്റേഷൻ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ എത്രയുണ്ട് നിങ്ങൾ കണ്ടതാണ്. അതിൻ്റെ പേര് വലിയ നിവേദനങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ യൂത്തിന് മതിയായ ഒരു റെപ്രസെന്റേഷൻ സ്ഥാനാർത്ഥി പട്ടികയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊടുത്തു എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് അങ്ങനെ തോന്നുന്നത്? ഇപ്പൊ ഉള്ള നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ കൂടുതലും മുതിർന്ന ആൾക്കാരല്ലേ ഉള്ളത്. അപ്പൊ യൂത്തിന് കുറച്ചുകൂടെ ഒരു പ്രയോറിറ്റി കൊടുത്താൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് തോന്നാറുണ്ട്. വനിതകൾക്ക് പ്രാധാന്യം കിട്ടിയെന്ന് തോന്നുന്നു. വനിതകൾക്ക് നിയമസഭയിലായാലും കേരളത്തിലായാലും സീറ്റ് കുറവാണ്. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് വന്നാൽ കുറച്ചുകൂടെ തടയപ്പെടുന്നതിന്റെ കാരണം എന്തായിരിക്കും? സംസാരിക്കണം. ഇപ്പോ എനിക്കറിയത്തില്ല, പക്ഷെ പുരുഷ മേധാവിത്വം ആണല്ലോ കൂടുതലുള്ളത്. പുരുഷ മേധാവിത്വം അല്ല, കേരളത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും? എല്ലാം ഇപ്പൊ 3 മുന്നണികളുടെ എടുത്താലും, പ്രധാനപ്പെട്ട 3 മുന്നണികളുടെ എടുത്താലും അവിടെ സ്ത്രീ പ്രാതിനിധ്യം അല്ലെ യുവ പ്രാതിനിധ്യം കുറവാണെന്നൊരു ആക്ഷേപം പൊതുവിൽ ഉയരുന്നുണ്ട്. അതിൽ പാർട്ടി വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പുരുഷ മേധാവിത്വം ഉണ്ടോ? അങ്ങനെ മേധാവിത്വം അല്ല, അത് അവർ തന്നെ മുന്നോട്ട് വരണ്ടേ. ഇപ്പം മുന്നോട്ട് വന്ന മെൻസ് ആയതുകൊണ്ടായിരിക്കും അവർക്ക് സീറ്റ് കൊടുത്തത്. ഇപ്പം വുമൺ മുന്നോട്ട് വരുന്നെങ്കിൽ അവർക്കും കൊടുക്കില്ലേ? അവർ സ്വയം മാറി എന്നിട്ട് നമ്മളെ കുറ്റം പറയുകയാണ്. അങ്ങനെ എന്താണ് നിങ്ങൾക്ക് രാഷ്ട്രീയം താല്പര്യമാണോ? രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് അല്ലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തി, അതോ ഇങ്ങനെ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് മുന്നേ വരെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം വന്നപ്പോൾ കോളേജിലായാലും കഴിഞ്ഞ വർഷം യൂണിയനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ SFA കുറേ പ്രോഗ്രാംസ് ഒക്കെ നടത്തിയത്. അപ്പോൾ അത് കണ്ടപ്പം പാർട്ടിയിൽ കയറണമെന്ന് തോന്നി. കാരണം യൂണിയൻ ഇല്ല, ഒരു പാർട്ടിയാണ് കോളേജിൽ കുറേ പരിപാടികളൊക്കെ നടത്തിയത്. അപ്പോൾ അവരുടെ ആ ഒരു കോർഡിനേഷനും അവരുടെ ഒരു ടീം വർക്കും എല്ലാം കണ്ടപ്പോൾ ജസ്റ്റ് പാർട്ടി കയറണം തോന്നി. അപ്പോഴാണ് ഒരു തോന്നൽ വന്നത്. പിന്നെ ഒരു എല്ലാം വേണം, ഇതൊന്നും രാഷ്ട്രീയം വേണം, പഠനത്തോടൊപ്പം രാഷ്ട്രീയം, അതും നല്ലതല്ലേ. അപ്പോൾ അത്തരത്തിലാണ് വിദ്യാർത്ഥികൾ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നത്. ഏറ്റവും പ്രധാനം രാഷ്ട്രീയം, അത് കൃത്യമായി വിദ്യാർത്ഥി കാലം മുതൽ തന്നെ എന്താണ് രാഷ്ട്രം, എന്താണ് രാഷ്ട്രീയം എന്ന ബോധ്യം യുവതലമുറയ്ക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നാളത്തെ ഭാവിയെ നിർണ്ണയിക്കുന്നത് ഈ യുവതലമുറയാണ്. അതുകൊണ്ട് അവർ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം
ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ദിശാസൂചകയായി കൂടി മാറുകയാണ്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.